പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അല്പസമയത്തിനകം സമാപിക്കും. പുത്തരിക്കണ്ടം മൈതാനിൽ സമാപന സമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ആർ ഡി സനൂപ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സനൂപ്, പരിപാടി തുടങ്ങാറായോ? സനൂപ് കേൾക്കുന്നുണ്ടോ? അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. വി ഡി സതീശന്റെ യാത്ര ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും UDF അധികാരത്തിൽ വരുമെന്നാണ് പ്രതിപക്ഷം ഉറച്ച് വിശ്വസിക്കുന്നത്. ഈ ഘട്ടത്തിൽ വലിയൊരു പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. രജീഷ്, സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പുത്തരിക്കണ്ടം മൈതാനിൽ എത്തിയോ യാത്ര? പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ആ യാത്ര എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുവ യാത്ര ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഈ ജാഥയ്ക്കൊപ്പം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്ത് തന്നെ വേദിയിലേക്ക് എത്തുകയും പിന്നീട് കൃത്യം 5 തന്നെ ഇതുവരെ സംബന്ധിച്ച ഉദ്ഘാടനം രാഹുൽ ഗാന്ധി നിർവഹിക്കുകയും ചെയ്യും. വളരെ ആവേശപരമായി തന്നെയാണ് ഈ ജാഥയ്ക്ക് കേരളത്തിലുടനീളം സ്വീകരണം ലഭിച്ചത്. ഇന്ന് സമാപന സമ്മേളനം ഇപ്പോൾ വി ഡി സതീശനെ പൊക്കിയെടുത്താണ് ആരാധകർ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വാഹനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന വി ഡി സതീശൻ അവിടെ നിന്നും ഈ പ്രവർത്തകർ പൊക്കിയെടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ടാണ് ഇവിടുന്ന് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്ന യാത്രയ്ക്ക് വളരെ രാഷ്ട്രീയ പ്രാധാന്യമടക്കമുണ്ട്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി ഉദ്ഘാടന സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തായിരിക്കും ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന ഉറപ്പ്? പുതുവ യാത്രയുടെ സമാപന വേദിയിൽ എന്ത് ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നതെന്നാണ് എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനായി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ പ്രവർത്തകർ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിച്ചേർന്നു. സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരുടെ ആവേശം നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിച്ച യാത്ര ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. വേദിയിലേക്ക് ക്യാപ്റ്റൻ വി ഡി സതീശൻ ഇപ്പോൾ വേദിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ നേതാക്കൾ മുഴുവൻ അവിടെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. എന്നാലും വളരെ ആവേശത്തിൽ തന്നെയാണ് പുത്തരിക്കണ്ടം മൈതാനം എന്ന കാര്യത്തിൽ. കാസർഗോഡ് നിന്ന് ഫെബ്രുവരി 6-ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് പുത്തരിക്കണ്ടത്തെ സമാപനമാകുന്നത്. ജനങ്ങളെല്ലാം തന്നെ ഈ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്തെ വേദി സദസ്സ് മുഴുവൻ നിറഞ്ഞ ആളുകളെ കൊണ്ട് അല്പസമയത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും സംസാരിക്കും. ഇതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നതിലും രാഹുൽ ഗാന്ധി, കെ പ്രേമകുമാർ, ഒപ്പം തന്നെ കെ മുരളീധരൻ, ജനങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമര പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അകമകമയ പങ്കെടുക്കണമെന്നും സഹകരിക്കണമെന്നും നമ്മൾ ഈ പുതിയ യാത്രയിലൂടെ സംസ്ഥാനത്തേക്ക് വെച്ചിട്ടുള്ള പുതിയ രാഷ്ട്രീയ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള പരിശ്രമത്തിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവരും വിജയാശംസയിൽ നിന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.